മോഹൻലാൽ വരികയാണ്. കവിതാ തിയേറ്ററിലേക്കാണ് മോഹൻലാൽ വരുന്നത്. മോഹൻലാൽ ആനടി പെരുമ്പാവൂർ എന്നടക്കം വരികയാണ്. ഇന്ന് ഹാപ്പി ബർത്ത്ഡേ ആണ് മോഹൻലാലിന്റെ. ഹാപ്പി ബർത്ത്ഡേ മോഹൻലാൽ. ലാലട്ടാ ഹാപ്പി ബർത്ത്ഡേ ലാലട്ടാ. എന്താ മന്നെ. അപ്പോൾ ലാലി അവിടെ മോഹൻലാൽ അവിടെ നിൽക്കുന്നു. അവിടെ ആരാധകരെ കൈയുയർത്തി കാണിക്കുമ്പോഴേക്കും വലിയ ആരവം വരുന്നു. വൻ ഗ്ലാമറിലാണ് മോഹൻലാൽ അങ്ങോട്ടേക്ക് എത്തുന്നത്. നേരത്തെ എപ്പോഴും ഫുൾ താടി തന്നെ ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ താടിയൊക്കെ എടുത്തിട്ട് ഗ്ലാമറിന് കുറവില്ല. 66 വയസ്സുണ്ട്. അപ്പോൾ കവിതാ തിയേറ്ററിൽ എത്തുകയാണ്. വിപിൻ സി വിജയൻ അവിടെ ചെയ്യുന്നുണ്ട്. വിപിൻ, അപ്പോൾ ആരാധകർക്ക് ഇരട്ടി മധുരമാണ്. ഒന്നാമത് ബർത്ത്ഡേക്കാരൻ മോഹൻലാൽ അങ്ങോട്ടേക്ക് എത്തുന്നു. 2 മോഹൻലാലിന്റെ സിനിമ അങ്ങോട്ടേക്ക് എത്തുന്നു. അപ്പോൾ അവിടെ ഇന്ന് കവിതാ തിയേറ്ററിൽ കൂടിയിരിക്കുന്ന ലാലാരാധകർക്ക് ഇരട്ടി മധുരം. വലിയ ആവേശം, വലിയ ത്രില്ലിൽ കവിതാ തിയേറ്ററിലേക്ക് ലാലേട്ടൻ എത്തിയിരിക്കുന്നു. അല്പസമയത്തിന് 8 മണിയോടുകൂടി ആദ്യ ഷോ കാണുന്നതിന് വേണ്ടിയാണ് ലാലേട്ടൻ എത്തിയിരിക്കുന്നത്. ഇവിടെ പുറത്തും അതിൻ്റെതായിട്ടുള്ള എല്ലാ ത്രില്ലും നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് ഇപ്രാവശ്യം നമ്മുടെ സംവിധായകൻ, പ്രിയപ്പെട്ട സംവിധായകൻ നമുക്കായി കരുതി വെച്ചിരിക്കുന്നത്, കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി എന്തായിരിക്കും ജോർജ് കുട്ടി കരുതി വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു ആകാംക്ഷ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതാ ചെണ്ടമേളത്തോടു കൂടിയാണ് ഇന്നത്തെ ഈ ദിവസത്തെ ഓരോ ആരാധകരും ആവേശമാക്കുന്നത്. ഇന്ന് മോഹൻലാലിന്റെ പിറന്നാൾ കൂടിയാണ്. അദ്ദേഹം ഒരു മഞ്ഞ കസവ് ഷർട്ട് ധരിച്ചുകൊണ്ടാണ് എത്തിയിരിക്കുന്നത്. സുചിത്ര മോഹൻലാലും സിനിമയിൽ അഭിനയിച്ച എസ്തറും ഇർഷാദും ഉൾപ്പെടെയുള്ള നടന്മാരും നടിമാരും എല്ലാവരും തന്നെ കവിതാ തിയേറ്ററിലേക്ക് എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഈ സിനിമയുടെ ഒരു തുടക്കത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. ആദ്യം തന്നെ എല്ലാ ടിക്കറ്റുകളും ഇതിനോടകം തന്നെ ബുക്ക് ചെയ്ത് പോയി കഴിഞ്ഞു. എന്നിട്ടും ഈ പുറത്ത് നമ്മൾ ഈ കാണുന്നതൊക്കെ തന്നെ അദ്ദേഹത്തെ ഒരു നോക്കി കാണാനുള്ള ആരാധക വൃന്ദമാണ്. ചെണ്ടമേളത്തോടു കൂടിയാണ് കവിതാ തിയേറ്ററിൽ ഇന്നത്തെ ദിവസം അവർ ആഘോഷമാക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. ആദ്യ പടം വന്ന് 13 വർഷങ്ങൾ കഴിയുന്നു. രണ്ടാമത്തെ സിനിമ ദൃശ്യം 2 ഇറങ്ങിയിട്ടും 5 വർഷം കഴിഞ്ഞു. മൂന്നാമത്തെ സിനിമയിൽ ഇനി എന്തായിരിക്കും ആ സസ്പെൻസ്, അത് എങ്ങോട്ടേക്കായിരിക്കും പോകുന്നത്, എന്തായിരിക്കും ജോർജ് കുട്ടിയുടെ അടുത്ത കളി, അടുത്ത നീക്കങ്ങൾ എന്നുള്ളത് ഓരോ മലയാളി പ്രേക്ഷകരും കാത്തിരിക്കുന്നതാണ്. അതിലേക്ക് ഇനി അല്പസമയം മാത്രം എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം. ഇതാ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണുന്ന പോലെ ലാലേട്ടൻ തിയേറ്ററിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ പിറന്നാൾ ദിനത്തിൽ തന്നെ ഏറ്റവും നമ്മുടെ കേരളത്തിലെ സിനിമയിൽ തന്നെ ഏറ്റവും മൈൽ സ്റ്റോണായി മാറിയ ദൃശ്യത്തിന്റെ 3ാം ഭാഗം വരുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഇന്നുണ്ട്. അപ്പോൾ ഓരോ ആളുകളും ആ ഒരു ത്രില്ലിൽ തന്നെയാണ് കാത്തിരിക്കുന്നത്. ഇപ്രാവശ്യം എന്താ വൻ ത്രില്ലിലാണോ? അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെ നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. കുട്ടി പിടികൊടുക്കുമോ? ചാൻസ് ഇല്ല. അങ്ങനെ പിടികൊടുക്കാൻ പറ്റില്ല. ഇല്ല, ഇപ്രാവശ്യം അസ്ഥികൂടം മാറണം കണ്ടിട്ട് പറയാം. യെസ്, അപ്പോൾ ആളുകളൊക്കെ തന്നെ അകത്തേക്ക് ആശ്മിയും കയറിക്കൊണ്ടിരിക്കുന്നു. ഇനി അല്പസമയം മാത്രം, അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു സിനിമ കഴിഞ്ഞതിന് ശേഷം ഒരു കേക്ക് മുറിയും ഒരു ആഘോഷവും ഇവിടെ ഉണ്ടാകും. പിറന്നാൾ ദിനത്തോടനുബന്ധിച്ചിട്ടുള്ള മറ്റ് സന്തോഷമായിട്ടുള്ള നിമിഷങ്ങൾ കൂടി ഉണ്ടാകും. സുചിത്ര മോഹൻലാലിനേക്കാൾ അല്പം മുൻപ് തിയേറ്ററിനകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇപ്പോൾ മെയ് 21 ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട എന്നെഴുതിയ ഒരു പോസ്റ്ററും ഒക്കെ ഉണ്ട്. അതും വെച്ച് നിൽക്കുകയാണ്. കാരണം പുലികളിക്ക് സമാനമായി ദേഹത്താകെ തന്നെ ലാലേട്ട എന്നൊക്കെ എഴുതിയിട്ട് നിൽക്കുന്ന ആളുകളെ കാണാം. ഇങ്ങനെ സന്തോഷകരമായി ദൃശ്യം 3 വരവേൽക്കാൻ നമ്മളെല്ലാം ഒരുങ്ങിക്കഴിഞ്ഞു. ഈ കവിതാ തിയേറ്ററും. ആഷ്മി. ഓക്കെ, വിപിൻ സി വിജയൻ കവിതയിൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ലാലേട്ടൻ അങ്ങോട്ടേക്ക് എത്തി. പിറന്നാൾക്കാരൻ ലാലേട്ടനാണ്, സാധാരണ ലാലേട്ടനല്ല. പിറന്നാൾക്കാരൻ ലാലേട്ടൻ അങ്ങോട്ടേക്ക് എത്തി. അവിടെ നിന്ന് ആരാധകരെ അഭിവാദ്യം ചെയ്തു. ആരാധകർ പ്രത്യഭിവാദ്യം ചെയ്തു. അവിടെ ഈ തൃശ്ശൂർ പോയി കഴിഞ്ഞാൽ അവിടെ മൊത്തം പുലി. ഇവിടെ തൃശ്ശൂരാണെങ്കിൽ പുലികളില്ലാത്ത ഒരു ആഘോഷം, എല്ലാത്തിനും പുലി അത്യാവശ്യമാണ്. അവിടെ മോഹൻലാലിന്റെ ചിത്രം വയറ്റിൽ വരച്ച പുലികൾ അവിടെ ആറാദിക്കുകയാണ്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇപ്പൊ ഇന്ന് സിനിമ ഗംഭീരമാവട്ടെ അല്ലേ? അപ്പോ നമുക്ക് കോഴിക്കോട് പറയുന്നുണ്ടോ എന്തോ പറഞ്ഞായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.